ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ട് മുകളിൽ പോത്തുണ്ടി ഡാം കാണാം. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിത് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പാസ്സൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നെല്ലിയാമ്പതിയിലേക്ക് എൻട്രൻസ് ഉള്ളൂ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ യാത്ര നെല്ലിയാമ്പതി ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഏകദേശം അരമണിക്കൂറത്തോളം യാത്രയുണ്ട് കേട്ടോ നെല്ലിയാമ്പതി വരെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇതുണ്ടോ, ഇത് പോത്തുണ്ടി ഡാമിൻ്റെ ഏറ്റവും മുകൾവശമാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണാം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏകദേശം നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനിയാണ് ശരിക്കുള്ള നെല്ലിയാമ്പതി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പോകുന്ന വഴി കണ്ടില്ലേ, ഇത് രണ്ട് സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. അങ്ങ് ദൂരെ ധാരാളം മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ല വെയിലുള്ള സമയത്തും ഇവിടെയുള്ള യാത്ര അതിമനോഹരമാണ് കേട്ടോ. നമ്മുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കുറേ പശുക്കൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വെട്ടിയിരിക്കുകയാണ്. ആ ഇന്നോവക്കാരൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം, ഓൺ അടിക്കുന്നുണ്ട്, നമ്മളും ഓൺ അടിക്കുന്നുണ്ട്. പക്ഷേ ഇവറ്റുകൾ മാറുന്നൊന്നുമില്ല കേട്ടോ. ഫൈനലി ആ ഒരു ഓട്ടോ ചേട്ടൻ വന്ന് എല്ലാത്തിനെയും തട്ടി മാറ്റി പുള്ളി മുന്നോട്ട് പോയതോടുകൂടിയാണ് നമുക്ക് ഇങ്ങോട്ടുള്ള വഴി ഒന്ന് റെഡിയാകുന്നതെന്ന് തന്നെ പറയാം. പശുക്കൾ എന്നാ പറയണേ, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന കാരണം ഇച്ചിരി പാടായിരുന്നു കേട്ടോ മുന്നോട്ട് പോകാൻ. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവറ്റുകൾ കുത്തുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. അത് കാരണമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നത്. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ നെല്ലിയാമ്പതിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയി തുടങ്ങി. കണ്ടില്ല, അങ്ങ് ദൂരെ മലനിരകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അതേപോലെ തേയിലത്തോട്ടങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങി കേട്ടോ. ശരിക്കും ഇത് AVTയുടെ തോട്ടമാണ്. AVT തേയില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. AVTയുടെ തോട്ടമാണ് ഇവിടെ ഫുള്ള് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടില്ല, ഇപ്പോൾ ഒരു കോവർക്കഴുത അങ്ങ് പാസ് ചെയ്ത് പോയി. അപ്പം നമുക്ക് എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് കാണാൻ പറ്റുന്നത് തേയിലത്തോട്ടങ്ങളാണ്. അതേപോലെ AVTയുടെ തേയില ഫാക്ടറിയും ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ തൊട്ട് തന്നെ കണ്ടല്ലോ, ഇവിടെയാണ് ശരിക്കും ടൂറിസ്റ്റുകളൊക്കെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ചിലർ ജീപ്പ് കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ ട്രിപ്പ് ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചിലർ ജീപ്പിന് ട്രിപ്പ് എടുത്ത് അങ്ങനെ പോകുന്നവരുണ്ട്. നമുക്ക് അതിൻ്റെ അതൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വണ്ടിക്ക് തന്നെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കണ്ടില്ലേ, AVTയുടെ തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കണ്ടോ, ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ടോ AVT. അപ്പോൾ അവരുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ അവിടെ മുകളിൽ കാണുന്നത്. പിന്നെ ചുറ്റും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്ക് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ആ ഒരു മലനിരകൾ കണ്ടോ, അതിമനോഹരമാണ് കേട്ടോ. അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മളപ്പം കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി കുറച്ചും കൂടെ ഭംഗി നമുക്ക് ആസ്വദിക്കാമെന്ന് ഞങ്ങൾ വെച്ചു. കാരണം അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. നമ്മുടെ മൂന്നാറൊക്കെ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് തേയിലത്തോട്ടങ്ങൾ. അപ്പം ഈ തേയിലകളാന്ന് പറഞ്ഞ ഈ കുന്നുകളാണ് ശരിക്കും നെല്ലിയാമ്പതിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗി കൂടി വന്നു കേട്ടോ. കണ്ടോ, നല്ല പട്ടുമെത്ത് പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ തേയിലച്ചെടികൾ ഇങ്ങനെ. ശരിക്കും ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്ര ശരിക്കും അതിമനോഹരമാണെന്ന് തന്നെ പറയാം. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ നെല്ലിയാമ്പതിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇപ്പം നമുക്കൊരു മൂന്നാറിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു പ്രതീതി ആട്ടോ ശരിക്കും ഇവിടെ ഉള്ളത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കണ്ടോ ഉയർന്നു നിൽക്കുന്ന മരങ്ങളും അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ പല സ്ഥലത്തും വണ്ടി ഒതുക്കാൻ ശ്രമിച്ചു, പക്ഷേ വെയിലിൻ്റെ കാഠിന്യം നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര വെയിലാണ് കേട്ടോ. നമുക്ക് വണ്ടിയിലാണേലും ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കഠിനമായ വെയിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് കാരണം നമ്മൾ പല സ്ഥലങ്ങളും നിർത്തി എടുക്കാതിരുന്നത്. കാരണം ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പം കുട്ടികളെയും കൊണ്ടൊക്കെ ഈ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ശരിക്കും നെല്ലിയാമ്പതിയിൽ വരേണ്ടത്
മഴയ്ക്ക് ശേഷമാണ്, ജൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും നെല്ലിയാമ്പതിക്ക് നിങ്ങൾ വരേണ്ടത് കേട്ടോ. നെല്ലിയാമ്പതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മുടെ പാലക്കാട് നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ധാരാളം മലകളും അതേപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ വളരെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ഭാരതപ്പുഴ, ചാലക്കുടി പുഴ, കാവേരി നദി എന്നിവയുടെ പ്രധാനപ്പെട്ട വൃഷ്ടി പ്രദേശത്താണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തേയില, കാപ്പി മുതലായവയ്ക്കൊക്കെ യോജിച്ച ഒരു കാലാവസ്ഥയാണ് ശരിക്കും നെല്ലിയാമ്പതിയിൽ ഉള്ളത്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന അപരനാമത്തിൽ നെല്ലിയാമ്പതി അറിയപ്പെടുന്നുണ്ട്. നിത്യഹരിത വനമേഖലയായ നെല്ലിയാമ്പതിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 82 ചതുരശ്ര കിലോമീറ്ററാണ് കേട്ടോ. ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്ററത്തോളം ഉയരത്തിലാട്ടോ ശരിക്കും നമ്മുടെ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. ജനുവരി മുതൽ മെയ് മാസം വരെ ഏകദേശം പകൽ ഒരു തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയും നമ്മുടെ ജൂൺ തൊട്ട് ഡിസംബർ വരെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ശരിക്കും നെല്ലിയാമ്പതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നെല്ലിയാമ്പതിയുടെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഒത്തിരി കാഴ്ചകൾ നെല്ലിയാമ്പതിയിൽ എനിക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നെല്ലിയാമ്പതിയുടെ ബാക്കിയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.